ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, JMM സർക്കാർ ജാർഖണ്ഡിലെ മദ്രസകളിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുകയും ആധാർ കാർഡ്, വോട്ടർ ID, റേഷൻ കാർഡ്, ഗ്യാസ് കണക്ഷൻ മുതലായ പല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് സ്വന്തമായി ഭൂമി അടക്കം ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിക്കുകയാണ് ഇപ്പോൾ BJP അധ്യക്ഷൻ JP നദ്ദ. നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലും ധാരാളം ആളുകൾ ആ രൂപത്തിലുണ്ട്. 500 രൂപയ്ക്ക് പാസ്പോർട്ട്, 500 രൂപയ്ക്ക് വ്യാജ ആധാർ കാർഡുകൾ, ID കാർഡുകൾ, 1000 രൂപ കൊടുത്താൽ റേഷൻ കാർഡ് അടക്കം ശരിയാക്കി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. അങ്ങനെയുള്ള വ്യാജ ഏജൻസികളെ സംബന്ധിച്ച് പലപ്പോഴും NIA നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബൊക്കാറോ ജില്ലയിൽ ഗോമിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു JP നദ്ദ ഈ അപ്രിയ സത്യം വെളിപ്പെടുത്തിയത്. തനിക്കിപ്പോൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചെന്നും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇവിടെ മദ്രസകളിൽ അഭയം നൽകുന്നുണ്ട് എന്നും അതിൽ പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ആധാർ, വോട്ടർ ID, ഗ്യാസ് കണക്ഷൻ, റേഷൻ കാർഡ് എന്നിവ സുഗമമാക്കുകയും ഹേമന്ത് സോറൻ സർക്കാർ അവർക്ക് ഭൂമി ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്ന് നദ്ദ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. തന്നെയുമല്ല, ഹേമന്ത് സോറൻ ജാർഖണ്ഡിലെ ജൽ, ജംഗിൾ, ജമീൻ, അതായത് ജലം, വനം, ഭൂമി ഇത് കൊള്ളയടിച്ചു. ഇവിടെ നുഴഞ്ഞുകയറ്റം വ്യാപകമാണ്. നുഴഞ്ഞുകയറ്റക്കാർ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത്തരക്കാരുടെ സന്തതികളെ ഭൂമിയിൽ നിന്ന് വിലക്കുന്നു എന്ന് ഉറപ്പാക്കാൻ തങ്ങൾ ഒരു നിയമം കൊണ്ടുവരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് മാത്രമേ ഈ നുഴഞ്ഞുകയറ്റം തടയാൻ കഴിയൂ എന്നും JP നദ്ദ പറഞ്ഞു. മുഴുവൻ JMM, RJD, കോൺഗ്രസിനെയും അഴിമതിക്കാരായ നേതാക്കളുടെ കുടുംബം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇന്ത്യ ബ്ലോക്ക് നേതാക്കൾ ഒന്നുകിൽ ജയിലിലോ ജാമ്യത്തിലോ ആണെന്നും പറഞ്ഞു. ജാമ്യത്തിലിറങ്ങിയ ഹേമന്ത് സോറൻ വീണ്ടും ജയിലിൽ പോകും. 5000 കോടി രൂപയുടെ ഖനന അഴിമതിയിലും 236 കോടിയുടെ ഭൂമി കുംഭകോണത്തിലും മറ്റ് നിരവധി കുംഭകോണങ്ങളിലും അദ്ദേഹം പങ്കാളിയാണെന്നും JP നദ്ദ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് OBCകളുടെ ചാമ്പ്യനാണ് എന്ന് പറയുന്നു. എന്നാൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലും ദേശീയ ഉപദേശക സമിതിയിലും എത്ര OBC അംഗങ്ങളുണ്ട് എന്ന് നദ്ദ ചോദിച്ചു. തന്നെയുമല്ല, ഹേമന്ത് സോറൻ സർക്കാർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം പിന്തുടരുകയും ജനങ്ങൾക്കിടയിൽ അശാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. ഇപ്പോൾ അവരെ പുറത്തു കടത്താനുള്ള സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ അതുപോലെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ ഇല്ലാത്തത് കൊണ്ടാണ് വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട അധികം ആളുകളുടെയും അഡ്രസ് ഇല്ലാതെ പോയത്. അവരെ തിരിച്ചറിയുന്ന ഒരാൾ പോലും കേരളക്കരയിൽ ഇല്ലാതെ പോയത്. എത്ര കുടുംബങ്ങളാണ് അവിടെ താമസിച്ചത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാതെ പോയത്. എത്ര പേരാണ് മരണപ്പെട്ടത്? ഇനി എത്ര ഡെഡ് ബോഡികളാണ് കിട്ടേണ്ടത്? എത്ര പേരാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് ചേക്കേറിയിരിക്കുന്നത്? എത്ര പേരാണ് ഈ വനഭൂമി കൊള്ളയടിച്ച് വീടുകൾ വെച്ച് താമസമാക്കിയിരിക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിനെതിരെ സംബന്ധിച്ച് യാതൊരു രേഖകളുമില്ല. ഇന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയ ഒരു വൈറൽ വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് മാത്രം ഇതൊന്നും ഒരു വാർത്തയല്ല. രാജ്യത്തിന്റെ ബഹുസ്വരതയെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അവർക്കൊരു വിഷയമേ അല്ല, അവരത് കൊടുക്കില്ല. കാരണം പ്രതികളായി വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ ആ പ്രീണന രാഷ്ട്രീയമാണ് ഇവർ മുതലെടുക്കുക. അവരെ സുഖിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ ആ വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശി ഏജന്റിന് 15,000 രൂപ നൽകി അതിർത്തി കടന്ന് ഏതാനും വർഷങ്ങളായി അനധികൃതമായി ഇന്ത്യയിൽ തങ്ങിയ ബംഗ്ലാദേശി വംശജയായ ഒരു സ്ത്രീയെ
ശനിയാഴ്ചയാണ് സൂറത്ത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് അറസ്റ്റ് ചെയ്തത്. റഷീദ ബീഗം ജഹാംഗീർ അലി ഷെയ്ഖ് എന്ന സ്ത്രീയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിർത്തി സുരക്ഷിതമാണത്രേ. അതിർത്തിയിലെ ഈ ഒരു ചങ്ങലയെ ഭേദിച്ചുകൊണ്ട് ഒരു ശത്രുവിനും ഈ രാജ്യത്തേക്ക് കയറാൻ പറ്റില്ല എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഇവരെങ്ങനെയാണ്, ഈ ബംഗ്ലാദേശി സ്വദേശി എങ്ങനെയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിലെത്തിയത്? എത്ര വർഷമായി അവർ ഈ രാജ്യത്ത് സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ റാഷിദ ബീഗം ജഹാംഗീർ അലി ഷെയ്ഖ് എന്ന സ്ത്രീ പിടിയിലായിട്ടുണ്ട്. 4 വർഷം മുമ്പാണ് ഇവർ ഈ സ്വതന്ത്ര ഭാരതത്തിലെത്തുന്നത്. തുടക്കത്തിൽ 1 വർഷം ഇവർ മുംബൈയിലാണ് താമസിച്ചത്. പിന്നീട് അവർ ഗുജറാത്തിലെ സൂറത്തിൽ താമസമാക്കി. അവിടെ വിവിധ സ്പാ സെന്ററുകളിലാണ് ഇവർ ജോലി ചെയ്തത്. എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് ആരാണ് ജോലി കൊടുത്തത് നോക്കാം. വ്യാജരേഖകൾ ഉപയോഗിച്ച് ഈ റഷീദ ആധാർ കാർഡുകളും മറ്റ് ഇന്ത്യൻ തിരിച്ചറിയൽ കാർഡുകളും ഉണ്ടാക്കിയാണ് ഇവിടെ താമസിച്ചത്. അതേസമയം റഷീദയാണെങ്കിലും റാഷിദയാണെങ്കിലും 2 പേരുകളിലും ഇവർക്ക് ആധാർ കാർഡുകളുണ്ട്. ഈ റാഷിദയുടെ അറസ്റ്റിനെ അവൾ ബംഗ്ലാദേശ് പൗരനാണ് എന്ന് തിരിച്ചറിയുന്ന രേഖ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടി ഏജന്റിന് ഇവർ കൊടുത്തത് 15,000 രൂപ. ബംഗ്ലാദേശി ധാക്കയിൽ നൽകിയതായിട്ടാണ് സൂറത്തിൽ നടന്ന SOG ഹിയറിംഗിനിടയിൽ അവർ വെളിപ്പെടുത്തിയത്. പശ്ചിമ ബംഗാൾ വഴി താൻ ഇന്ത്യയിൽ പ്രവേശിച്ചത് എങ്ങനെയാണ് എന്ന് അവർ തന്നെ വിശദീകരിച്ചു. തുടർന്ന് മുംബൈയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു. ഒടുവിൽ സൂറത്തിലെത്തി. അവിടെ കഴിഞ്ഞ 3 വർഷമായി വിവിധ സ്ഥലങ്ങളിൽ മുറികൾ വാടകയ്ക്കെടുത്ത് താമസിച്ചതായും അവർ തന്നെ പറയുന്നു. ബംഗ്ലാദേശിലെ ബെറങ്ക ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഈ റഷീദ എന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായതായി പോലീസ് പറയുന്നു. ജസ്റ്റോർ ജില്ലയ്ക്ക് സമീപമുള്ള നിയന്ത്രിത അതിർത്തി കടക്കാൻ ഏജന്റുമാരെ ഉപയോഗിച്ച് പശ്ചിമ ബംഗാളിലെ ബംഗോൺ വഴി ഇവർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്ക് ആരാണ് ഈ രാജ്യവിരുദ്ധതകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അധികാരം നൽകിയത്? മറ്റൊരു രാജ്യത്തുള്ള ആളെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൊടുത്ത് ഈ രാജ്യത്ത് സ്വൈരവിഹാരം നടത്താൻ അനുവദിക്കുന്ന ഏജന്റുമാർ അനധികൃതമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികളൊക്കെ ഊട്ടിക്ക് ടൂറ് പോകാനാണോ? ശരിക്കും ഇന്ന് ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്? ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുന്നു. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ എന്താണോ വേണ്ടത് അവരത് ചെയ്യുന്നു. അവാമി ലീഗിനെതിരായി ജമാഅത്തെ ഇസ്ലാമികൾ ഇറങ്ങി ആ രാജ്യത്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു, കൊല വിളിക്കുന്നു, പീഡിപ്പിക്കുന്നു. അതിന്റെ പേരിൽ ബംഗ്ലാദേശിന് മേൽ ഉപരോധം തീർക്കണമെന്ന് ട്രംപിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ വംശക്കാർ. ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ബംഗ്ലാദേശിനു മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ പോലെയുള്ള നടപടികൾ സ്വീകരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ വംശജർ. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതുൾപ്പെടെ ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ നടപടിയെടുക്കാൻ അടുത്ത വർഷം പുതിയ ട്രംപ് ഭരണകൂടത്തെയും കോൺഗ്രസിനെയും സമീപിക്കാൻ ഇന്ത്യൻ അമേരിക്കക്കാർ പ്രവർത്തിക്കുകയാണ് എന്ന് പ്രമുഖ നേതാക്കൾ തന്നെ വിധി എഴുതുന്നു. ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ പീഡനത്തിൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിനെതിരെ ട്രംപ് പ്രവർത്തിക്കും എന്ന ആത്മവിശ്വാസം ഇന്ത്യൻ വംശജർ പ്രകടിപ്പിക്കുന്നു. ബംഗ്ലാദേശി ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചും ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം ട്രംപ് ധീരമായ പ്രസ്താവനകൾ നടത്തിയെന്നും സാഹചര്യം മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം പരിഗണിക്കുന്ന ധീരനായ വ്യക്തിയാണ് അദ്ദേഹം എന്നുമാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാവായ ഡോക്ടർ ഭാരത് ബരാരി പറയുന്നത്. അവരുടെ ബിസിനസിന്റെ 80% വരുന്ന അവരുടെ വസ്ത്ര കയറ്റുമതി വെട്ടിക്കുറച്ചാൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ എന്ത് കഴിക്കും? മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിന്റെ കെയർടേക്കർ സർക്കാർ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ മാത്രമാണ് എന്ന് ആരോപിച്ച് അദ്ദേഹം ചോദിച്ചു. ശരിക്കും സൈന്യമാണ് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ളത്, അദ്ദേഹം പറഞ്ഞു. പീഡനം തുടർന്നാൽ ഉപരോധം ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും ബംഗ്ലാദേശുമായി വിഷയം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും അവർ നിരന്തരം ഉപദ്രവിക്കുകയാണെങ്കിൽ
അവർക്കെതിരെ ഇന്ത്യയും ഉപരോധം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 5 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനയിൽ അക്രമബാധിതമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തെ ട്രംപ് അപലപിച്ചിരിക്കുന്നു. ബംഗ്ലാദേശിൽ ജനക്കൂട്ടം ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗമായി ഹിന്ദുക്കൾ മാറുകയാണ്, ക്രിസ്ത്യാനികളും മാറുകയാണ്, മറ്റു ന്യൂനപക്ഷങ്ങളും ഒക്കെ മാറുകയാണ്. ക്രൂരമായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്ന ട്രംപിന്റെ അത്തരം പ്രസ്താവനകളും നിലപാടുകളും ആക്രമിക്കപ്പെടുന്ന ഇരകളോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് അമേരിക്കയിലെ ഇന്ത്യൻ വംശജർ കണക്കുകൂട്ടുന്നത്. നന്ദി.